നമസ്കാരം, എല്ലാവർക്കും സുഖം നേരുന്നു. നമ്മളെല്ലാവരും വെൽഡിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ചെറിയ വെൽഡിംഗ് ഒക്കെ വീട്ടിൽ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ സിമ്പിളായി 555 ടൈമർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു വെൽഡിംഗ് മെഷീനാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു ട്രാൻസ്ഫോമർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പോർട്ടബിൾ വെൽഡിംഗ് മെഷീനുകളെല്ലാം IGBT ഉപയോഗിച്ചതെല്ലാം വളരെ വില കൂടിയതാണ്. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വെൽഡിംഗ് മെഷീനാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മെഷീനുകൾ ഈ കാലഘട്ടത്തിൽ പലരും പേഴ്സണലായിട്ട് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ചെറിയ വീട്ടിലെ ആവശ്യത്തിന് ചെറുതായിട്ട് വെൽഡ് ചെയ്യാനും. അപ്പോൾ പല പോർട്ടബിളായിട്ടുള്ള IGBT ബേസ്ഡ് പോർട്ടബിളായിട്ട് വെയിറ്റ് കുറഞ്ഞ വെൽഡിംഗ് മെഷീനുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ജസ്റ്റ് 555 ടൈമർ ഉപയോഗിച്ച് സാധാരണ ഒരു സിമ്പിളായിട്ടുണ്ടാക്കാവുന്ന ഒരു വെൽഡിംഗ് മെഷീനാണ്. വെൽഡിംഗ് മെഷീൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അകത്ത് ഇലക്ട്രോഡും എത്ര ആംബിയറിൻ്റെ കറൻറ്റിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോഡും അതിൻ്റെ ആംബിയറും കപ്പാസിറ്റിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഹൈ കറൻറ്റ് ഇലക്ട്രോഡിലൂടെ വെൽഡ് ചെയ്യുന്ന മെറ്റീരിയലിലൂടെ കടന്നു പോകുമ്പം ഹീറ്റായിട്ടാണ് വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ ആ വെൽഡിങ് ഇലക്ട്രോഡിൽ കൂടെയുള്ള കറൻറ്റും അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് എത്ര ആംപിയർ വേണം എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകൾ സെലക്ട് ചെയ്യുന്നത്. വെൽഡിങ്ങിൻ്റെ സമയത്ത് അതിൽ കൂടെ പ്രയോഗിക്കുന്ന കറൻറ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. വലിയ കട്ടിയുള്ള മെറ്റലുകളൊക്കെയാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ കറൻറ്റ് ആവശ്യം വരും. ഇനി അതല്ല, ചെറിയ തിൻ പ്ലേറ്റൊക്കെ ആണെങ്കിൽ കറൻറ്റ് കുറച്ച് മതിയാവും. അപ്പം ആ കറൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പിൽ ആണ് നമ്മൾ സാധാരണ എല്ലാ വെൽഡിംഗ് മെഷീനുകളും കാണുക. പോർട്ടബിൾ ആയിട്ടുള്ള നമ്മൾ വാങ്ങുന്ന വെൽഡിംഗ് മെഷീന് നല്ല വിലയുണ്ട്. ഇവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സർക്യൂട്ടാണ് നമ്മളിവിടെ കാണുന്നത്. കറൻറ്റ് നമുക്കറിയാം, ഓരോ ഇലക്ട്രോഡ് സൈസും തിക്നെസ്സിനനുസരിച്ച് പല ആംബിയർ നമ്മൾ കറൻറ്റ് സെറ്റ് ചെയ്യും. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ആവശ്യം ഒരു 200-300 ആംബിയർ വരെ കപ്പാസിറ്റിയുള്ള വെൽഡിംഗ് മെഷീനുകൾ നമുക്ക് കിട്ടും. ഇവിടെ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു 30-40 വോൾട്ട് സെക്കൻഡറി ഉള്ള ഒരു 40 ആംബിയറോ അല്ലെ 60 ആംബിയറോ കപ്പാസിറ്റി സെക്കൻഡറി ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. നമുക്ക് വെൽഡിങ്ങിന് ആവശ്യത്തിനനുസരിച്ച് ഈ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് വൈൻഡ് ചെയ്ത് കടകളിൽ പോയി വൈൻഡ് ചെയ്ത് വാങ്ങേണ്ടി വരും. റെഡിമെയ്ഡ് കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി സർക്യൂട്ടിലേക്ക് നമുക്ക് വരാം. സർക്യൂട്ട് സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 555 ടൈമർ ഉപയോഗിച്ചിട്ട് ഒരു ട്രയാക്കിനെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്കിവ കാണുന്നത് പോലെ തന്നെ ഇതാണ് വെൽഡിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പെഡൽ സ്വിച്ച്. ഇതൊരു മോണോസ്റ്റബിൾ മോഡിലാണ് ഈ 555 ടൈമർ യൂസ് ചെയ്യുന്നത്. ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പിൻ നമ്പർ 3 എന്ന് ഔട്ട്പുട്ട് വരും. ഈ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു LED വെച്ചിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് കാണുവാനായിട്ട്. ഇതിവിടെ നമ്മളൊരു ഓപ്റ്റോ കപ്ലറാണ് ഉപയോഗിക്കുന്നത്. ട്രയാക്ക് ഔട്ട്പുട്ടിലുള്ള ഒരു ഓപ്റ്റോ കപ്ലറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 230 വോൾട്ട് നമ്മളിവിടെ കൊടുക്കുന്നു. ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ ട്രയാക്കിൻ്റെ സേഫ്റ്റിക്കായിട്ട് പ്രൊട്ടക്ഷനായിട്ട് ഒരു 33 ഓമും 100 നാനോ ഫാരഡ് 1 കിലോ വോൾട്ടിൻ്റെ ഒരു RC സർക്യൂട്ട് നമ്മൾ സീരീസ് പാരലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വെൽഡിങ്ങിൽ ഹൈ സ്പീഡിൽ നടക്കുമ്പോൾ ഇൻഡക്ടറിൽ നിന്ന് വരുന്ന ബാക്കി EMF ട്രയാക്ക് ഡാമേജ് ചെയ്യാതിരിക്കാനായിട്ടാണ്. പിന്നെ ട്രയാക്കിലേക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് നമ്മളൊരു ഡയാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡയാക്ക് വഴിയാണ്, ഡയാക്ക് സാധാരണ ഡയോഡ് പോലെ ഇരിക്കുന്ന ചെറിയ ഒരു അതൊരു പർട്ടിക്കുലർ വോൾട്ടേജിലാണ്. നമ്മൾ ഡയാക്കിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇവിടെ എത്ര ടൈം ഈ വെൽഡിങ് നടക്കണം എന്നുള്ള ടൈം ഇവിടെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ 100K പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ഇതൊരു 7 തൊട്ട് 500 മില്ലി സെക്കൻഡ് വരെ നമുക്ക് ഈ ടൈം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ സമയം വെൽഡിങ് വേണമെങ്കിൽ നമുക്ക് ഈ ടൈം കൂട്ടിയിടാവുന്നതാണ്. ഇനി പെഡൽ പ്രസ് ചെയ്ത് തന്നെ നെക്കി പിടിച്ചുകൊണ്ടിരുന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് വെൽഡിങ് നടക്കും. ഈ പെഡൽ സ്വിച്ച് എന്ന് കൈ എടുത്തു കഴിഞ്ഞാലും ഒരു 10, 200-300 മില്ലി സെക്കൻഡ് സമയം വരെ വെൽഡിങ് നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ വെൽഡിങ് കറൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ ട്രയാക്കിൻ്റെ ഗേറ്റിലേക്ക് പോകുന്ന വോൾട്ടേജിനെ കൺട്രോൾ ചെയ്തിട്ടാണ്. അതിനുവേണ്ടി ഒരു 500K പൊട്ടൻഷ്യോമീറ്റർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അത് 230 വോൾട്ട് AC സൈഡിലാണ് ഇതുള്ളത്. ഇതാണ് കറൻറ്റിൻ്റെ ആംബിയർ തീരുമാനിക്കുന്നത്. നമുക്കറിയാം, ഈ പെഡൽ സ്വിച്ച് ട്രയാക്കിനെ സംബന്ധിച്ച് ട്രാക്കിലേക്ക് പോകുന്ന വോൾട്ടേജ് പൾസിൻ്റെ ഡയാക്കിലേക്ക് പോകുന്ന വോൾട്ടേജ് അനുസരിച്ചാണ് AC വോൾട്ടേജ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ
അപ്പോൾ എത്ര വോൾട്ടേജ് ഔട്ട്പുട്ട് AC പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പിന്നെ പെഡൽ സ്വിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാലുകൊണ്ട് ഈ വെൽഡിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ കാണിച്ച സർക്യൂട്ടിലെ ഈ സ്വിച്ചിന് പകരം ഈ സ്വിച്ചിന് ഈ സ്വിച്ച് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കാലുകൊണ്ട് നിൽക്കുമ്പോൾ മെഷീൻ ഓൺ ആകുന്നതാണ്. ഇതിന് ഉപയോഗിക്കുന്ന ട്രയാക്ക് എത്ര ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൈമറി കറൻറ്റ് എത്രയാണോ ആ പ്രൈമറി കറൻറ്റിനനുസരിച്ച് എത്ര ആംപിയറിൻ്റെ ട്രയാക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ കിട്ടുന്ന നോർമൽ TO 220 കിട്ടുന്ന ട്രയാക്ക് ആയാലും മതി. ഇനി വലിയ ആംപിയറുള്ള ട്രാൻസ്ഫോമറൊക്കെയാണ് 10-200 ആംപിയറിൻ്റെ ഒക്കെയാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതെങ്കിൽ പ്രൈമറി കറൻറ്റ് അതനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ പ്രൈമറി കറൻറ്റ് അനുസരിച്ച് 10, 25, 30 ആംപിയറിൻ്റെ ഒക്കെ ട്രയാക്കുകൾ നമുക്ക് പ്രൈമറിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പ്രൈമറി കറൻറ്റ് എപ്പോഴും സെക്കൻഡറിയേക്കാൾ കുറവായിരിക്കും. എത്ര വോൾട്ടേജിൻ്റെ ആണോ ട്രാൻസ്ഫോമർ അതനുസരിച്ചുള്ള പ്രൈമറി കറൻറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ അതിനുശേഷം നമുക്കറിയാം ഈ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനുള്ള ഡയാക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഡയോഡ് പോലെ ഇരിക്കുന്ന ചെറിയ DB6, DB9 എന്ന ഇവിടെ നിങ്ങൾക്ക് വേണം DB9 യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ ട്രയാക്കിൻ്റെ ഗേറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് ഡയാക്ക്. ഡയാക്കിനെ കുറിച്ച് വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഡയാക്കാണ് അതിൻ്റെ ഗേറ്റിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഗേറ്റിലേക്കുള്ള വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഡയാക്കാണ്, ബ്ലൂ കളർ ഡയോഡ് പോലെ ഇരിക്കുന്നത്. പിന്നെ ഒരു 100 നാനോഫാരഡ് 400 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ കപ്പാസിറ്റർ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നതനുസരിച്ചാണ് ഇതിന് ട്രയാക്കിൻ്റെ ഗേറ്റിൽ വോൾട്ടേജ് കിട്ടുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ സെക്കൻഡറിയിലാണ് നമുക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നത്. ഈ സെക്കൻഡറി നല്ല കറൻറ്റ് കൂടിയ ടെർമിനൽ ഉള്ള ട്രാൻസ്ഫോമർ ആയിരിക്കണം. ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഇലക്ട്രോഡ് കണക്ട് ചെയ്യാനുള്ള വയർ നല്ല കട്ടിയുള്ള വലിയ വയർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. നല്ല ഹെവി കറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കറൻറ്റുള്ള ഇലക്ട്രോഡ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം വലിയ ട്രാൻസ്ഫോമർ വേണ്ടി വരും. നിങ്ങൾ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്ത് വാങ്ങേണ്ടി വരും. 40 ആംപിയറിൻ്റെ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മിനിമം ഒരു 40 ആംപിയറോ 50 ആംപിയറോ ഒക്കെയുള്ള സെക്കൻഡറി ഉള്ള, പക്ഷേ വോൾട്ടേജ് കുറച്ച് മതി. ഒരു 40 വോൾട്ട് മുതൽ 60 വോൾട്ട് വരെ സെക്കൻഡറി കിട്ടുന്ന വിധത്തിൽ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്ത് വാങ്ങിയിട്ട് അതിൻ്റെ സെക്കൻഡറിയിലാണ് നമ്മൾ ഇലക്ട്രോഡ് കണക്ട് ചെയ്യുക. അതിനുശേഷം പ്രൈമറിയിലാണ് നമ്മൾ ട്രയാക്ക് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സർക്യൂട്ടാണ്. ചെറിയൊരു PCBയിൽ അസംബിൾ ചെയ്ത് ഇതിനകത്ത് മെയിൻ കോസ്റ്റ്ലി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്ഫോമർ തന്നെയാണ്. നമുക്ക് ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഇതിന് സപ്ലൈ കൊടുക്കാനായിട്ടൊരു ചെറിയ 12 വോൾട്ട് 300 mA ഒരു ചെറിയ ട്രാൻസ്ഫോമറും ഒരു റെക്ടിഫയറും 12 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ICയും വേണം. അത് റെഗുലേറ്റർ ICക്ക് 555 സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ സർക്യൂട്ടാണ്. ഇതിനധികം വലിപ്പമുള്ള ട്രാൻസ്ഫോമർ ആവശ്യമില്ല. സാധാരണ 1N4001 പോലത്തെ ഡയോഡുകൾ ഉപയോഗിച്ചാൽ മതി. അങ്ങനത്തെ സർക്യൂട്ട്. പിന്നെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓപ്റ്റോ കപ്ലർ MOC 3061 എന്ന് പറഞ്ഞ് വൈറ്റ് കളറിൽ 6 പിന്നിൽ കിട്ടുന്നതും. അതല്ലാതെ സെക്കൻഡറി ട്രയാക്ക് ടൈപ്പുള്ള ഏത് ഓപ്റ്റോ കപ്ലർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇവിടെ 230 വോൾട്ട് ഡയറക്റ്റാണ് ഈ ട്രയാക്കിനെ ഇവിടെ വരുന്നത്. അപ്പം ഹൈ വോൾട്ടേജ് ഹാൻഡിൽ ചെയ്യുന്ന ഓപ്റ്റോ കപ്ലർ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ട് നിങ്ങൾ അസംബിൾ ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ചിലവ് കുറച്ച് ഉണ്ടാക്കാവുന്ന ഒരു വെൽഡിംഗ് മെഷീനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഇതിൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.